ഐതിഹാസികമായ ഒരു പിറവിയുടെ 21ാം വാർഷികമാണ് ഇന്ന് മരുതൻകുടിയിലെ കേരളാശ്രമത്തിൽ ബൃഹത്തായ ഒരു സേവാ പരിപാടിയിലൂടെ ആചരിക്കുന്നത്. 21 വർഷങ്ങൾക്കപ്പുറം ഈ നവംബർ 29-നാണ് പൂജനീയ ശ്രീ സി രവിശങ്കർ മരുതൻകുടിയിലെ കേരളാശ്രമത്തിന് ശിലാന്യാസനം നടത്തിയത്. അതിൻ്റെ ഓർമ്മ പുതുക്കാനായി ഇവിടെ കേരളാശ്രമത്തിൽ നിരവധിയായിട്ടുള്ള സേവാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ സേവാപ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിക്കുന്നത് ഇവിടുത്തെ യുവ നേതൃത്വമാണെന്ന് പറയാം. ഇവരെല്ലാം തന്നെ സജീവമായി ഈ സേവാപ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാരവാഹികളുണ്ട്, അതോടൊപ്പം തന്നെ സജീവമായിട്ടുള്ള വോളണ്ടിയേഴ്സുണ്ട്. ഇവരെല്ലാം തന്നെ കേരളാശ്രമത്തിലെ ശിലാന്യാസത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ മഹത്തായ സുദിനത്തിൽ ഗുരുജിയുടെ പാദാന്തികത്തിൽ സേവയിലൂടെ പൂജാപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ ആരിലും ആവേശമുണർത്തുന്ന പ്രതീതിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എല്ലാവരും തന്നെ സജീവമായി സേവാപ്രവർത്തനങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആശ്രമ പരിസരം വൃത്തിയാക്കുകയെന്ന ഒരു യജ്ഞമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ യജ്ഞത്തിൽ പ്രായഭേദമന്യേ എല്ലാവരും തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ സോശനക്രിയയ്ക്ക് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം എല്ലാവരും തന്നെ ആശ്രമ പരിസരം ശുചിയാക്കുക എന്ന സേവായജ്ഞത്തിന് ആവേശപൂർവ്വം അണിനിരന്നിരിക്കുകയാണ്. ഇന്നേക്ക് 21 വർഷങ്ങൾക്ക് മുമ്പ് പൂജനീയ ശ്രീ സി രവിശങ്കർ ശിലാന്യാസനം നടത്തിയ ഈ മഹത്തായ ആശ്രമത്തിൻ്റെ കേൾവി ഇന്ന് ലോകാന്തരങ്ങളിൽ തന്നെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 185-ലേറെ രാഷ്ട്രങ്ങളിൽ വേരുയർത്തി നിൽക്കുന്ന മഹത്തായ ആധ്യാത്മിക പ്രസ്ഥാനമായ ഹാർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ കേരളത്തിലെ ആസ്ഥാനം തന്നെയാണ് ഈ മരുതൻകുടിയിലെ കേരളാശ്രമം എന്ന് പറയാം. ഇവിടെ നിരവധിയായിട്ടുള്ള കോഴ്സുകൾ, അതുപോലെ തന്നെ സേവായജ്ഞങ്ങൾ, ഒട്ടേറെ ആഘോഷ പരിപാടികൾ ഇവയെല്ലാം തന്നെ മുറതെറ്റാതെ നടന്നു വരികയാണ്. കേരളാശ്രമത്തിൻ്റെ ഖ്യാതി ഇന്ന് ലോകമെന്നും പരന്നിരിക്കുന്നത് ഇവിടെ നടന്നു